ഹാപ്പി വാലന്റൈൻസ് ഡേ ടു എവരിവൺ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാ സ്നേഹിക്കുന്നവർക്കുമായി ഞാൻ ഈ പൂക്കൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാവട്ടെ. നിങ്ങളുടെ പ്രണയം ആദ്യമായിട്ട് ഇന്ന് തുറന്നു പറഞ്ഞവരാണോ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള പ്രണയത്തെ ഞാൻ ആശംസിക്കുന്നു. കാരണം എല്ലാ പ്രണയങ്ങളും സത്യസന്ധമായി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത ഒത്തിരി ആവശ്യമാണ്, അല്ലേ? ശുദ്ധവും സത്യസന്ധമായിരിക്കണം. അതുപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകാനും നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന പ്രണയങ്ങളൊക്കെ ആയുസ്സും ആരോഗ്യവും ഒന്നും ഇല്ലാതെ പോകുന്നത് അതിനകത്ത് ആത്മാർത്ഥത കുറയുമ്പോഴാണ്. നിങ്ങളുടെ ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ, ഹൃദയം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മുടെ വാക്കുകളുടെ പ്രവർത്തികൾ എന്താണെന്ന് നമ്മൾ ഒരു ബോധമണ്ഡലത്തിൽ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ബാഹ്യമായിട്ട് പറയുന്ന ഒന്നുമല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാണ് യഥാർത്ഥ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്, അല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുകയും പ്രവൃത്തികൾക്ക് സ്നേഹത്തിൻ്റെ യാതൊരു സാമീപ്യവും അല്ലെങ്കിൽ സ്നേഹത്തിന് യാതൊരു ശക്തിയും ഇല്ലാതെ വരുമ്പോൾ ആ സ്നേഹമൊന്നും നിലനിൽക്കില്ല. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെ ആവട്ടെ, നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാവട്ടെ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു കേക്ക് ഉണ്ടാക്കി അത് കട്ട് ചെയ്യാം. ഈസി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണ്. ഈ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാട് ആവശ്യമില്ല. ആർക്കും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമ്മൾ എടുക്കേണ്ടത് കുറച്ച് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ശേഷം അതൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ബട്ടർ എടുക്കണം. ബട്ടർ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ നമ്മൾ മെൽറ്റാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അത് മെൽറ്റാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ മെൽറ്റായിട്ടുള്ള ബട്ടർ നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പം നന്നായിട്ട് ഇളക്കുമ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒത്തിരി ബട്ടർ അതിനകത്തേക്ക് ഒഴിക്കരുത്. അങ്ങനെ ഒത്തിരി ബട്ടറായിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക, പിന്നെ ബിസ്ക്കറ്റ് പൊടി ഇടണം, പിന്നെ ഇതെല്ലാം ഒരു അനാവശ്യമായ കാര്യങ്ങളായിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ ഒരു പരുവത്തിന് ഒഴിച്ച് വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നുമില്ല, മറ്റേ ബട്ടറൊന്നും കൂടിപ്പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അഡീഷണലിനകത്ത് ചേർക്കുന്നില്ല. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് നല്ലൊരു ബേസായിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ചീസ് വേണം, ഹെവി ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്തെങ്കിലും ക്രീം വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പൊടിച്ച പഞ്ചസാരയാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇനി മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ചീസും പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേക്കുകൾ ഇഷ്ടംപോലെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക, അതാണ് നമുക്ക് ശരിക്കും ഈസി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പാട് തന്നെയാണ്. എന്നാലും ഒരു രസം, എല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു ഭംഗി, അത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾക്ക് ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴാണ് അതിനകത്തേക്ക് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും എല്ലാം വരും. നമ്മൾ അത്രയും വരുന്നില്ല. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും വേണ്ടപ്പോൾ ഓടിപ്പോയിട്ടൊരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിത് ജസ്റ്റ് ഒന്നെടുത്ത് പുറത്തേക്ക് എടുത്ത് നോക്കിയതാണ്. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വയ്ക്കും. അതുപോലെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രോബെറികൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. പിന്നെ ഒരു ഫ്രഷ് റോസ് വെക്കുന്നു. പിന്നെ ഒരു റോസ് ഇതുപോലെ ഒരു റോസ് ഫ്ലവർ പോലെ കട്ട് ചെയ്തിട്ട്
ഈ സ്ട്രോബെറി കൊണ്ട് തന്നെ ചെയ്തിട്ട് അത് ഉരുണ്ട് വെച്ചിട്ടാണ് നമ്മളെ സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഇത് നമുക്ക് അറിയുന്ന പരിപാടിയേ അല്ല കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് ചുമ്മാ ഒരു ടൈം പാസിന് രാവിലെ ഒരു ആഗ്രഹം തോന്നിയിട്ടോ ചെയ്തതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റുകൾ യൂസ് ചെയ്യാം. ഒറിയോ ബിസ്ക്കറ്റ് ചേർക്കാം, അല്ലെങ്കിൽ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ചേർക്കാം. ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം. ഇതിനകത്ത് നല്ല വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളെ നല്ല സണം ഉണ്ടാക്കി. യെസ്റ്റർഡേ എൽഡോ കാർഡ് വാങ്ങി. യെസ്റ്റർഡേ എൽഡോ മിൽക്ക് ചോക്ലേറ്റ് കിട്ടി. ആൻഡ് ദിസ് ടൈം നമ്മളെ നല്ല ഹ്യൂജ് കേക്ക്. Happy Valentine today to everyone. ഞാൻ വിളിച്ചായിരുന്നല്ല എന്നെ എടുക്കാൻ. നിങ്ങൾ ഉറങ്ങിപ്പോയോ? പിന്നെ ഇതാരാ കൊണ്ടുപോയി? ഞാനോ? താങ്ക് യു സോ മച്ച്. അസ്തേ പോയോ? എന്നെ കൂട്ടുകാരെ പോയി. അസ്തേ പോയി. താങ്ക് യു ഗൈസ്. പ്രണയിക്കുന്നവർ പിരിയാതിരിക്കുക, പിരിയുന്നവർ പ്രണയിക്കാതിരിക്കുക. കാരണം പ്രണയം ഒരു സത്യമാണ്. ആ സത്യത്തെ തോൽപ്പിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി Happy Valentine's Day.